ഹലോ ഗൈസ്, നമുക്ക് മീനഭരണി ദിവസത്തെ ഒരു വ്ളോഗ് കണ്ടാലോ? മാർച്ച് 21 ആയിരുന്നു ഞങ്ങളുടെ മീനഭരണി. ഇത് കുറേ നാളായി ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് എഴുതിയാൻ ഇപ്പോഴേ സമയം കിട്ടിയേ. ഞങ്ങളുടെ മീനഭരണി ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്ന് ചെട്ടുളങ്ങര അമ്പലത്തിലോട്ട് ഞങ്ങൾ കുതിരയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടുന്ന് 3 എണ്ണം ഉണ്ട്. ഒരു കൊച്ചു കുതിരയും ഒരു വലിയ കുതിരയും ഒരു ഭീമനെയും. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വലിയ കുതിരയെ കൊണ്ടുപോകുന്നത്. ആദ്യമായിട്ടാണ്. മറ്റേ ചെറുതിനെയും ഭീമനെയും ഞങ്ങൾ 3 വർഷം കൊണ്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അതും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റേതായ സന്തോഷവും എല്ലാം ഞങ്ങൾക്കുണ്ട്. അപ്പം ആ ദിവസം രാവിലെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു. ഈ സ്റ്റിക്കർ ഒട്ടിക്കലും പ്രബട കയറ്റലും തുണി ഇടിക്കലും അങ്ങനെയൊക്കെ കുറേ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുതിരയെ വീട്ടിൽ നിന്ന് ഇറക്കേണ്ട സമയമായി. അപ്പോൾ ഞാൻ മാറി നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അതിൻ്റെ കൂടെ നിന്ന് എന്നിട്ട് ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങൾ കിച്ചുവിനെ കൊണ്ടാണ് അവനെ കൊണ്ട് ആദ്യമായിട്ട് ആ കയറിലൊക്കെ പിടിപ്പിച്ച് ഞങ്ങൾ കുതിരയെ തെള്ളിക്കുമോ. അങ്ങനെ കുതിരയെ തെള്ളി അവിടുന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കാൻ പോവുകയാണേ. അപ്പോൾ പടക്കമൊക്കെ പൊട്ടിച്ച് എല്ലാവരും ആർപ്പോവിളിയൊക്കെ വിളിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കും. അപ്പം ഭയങ്കര സന്തോഷമാണ് മനസ്സിൽ, എന്തെന്നില്ലാത്തൊരു സന്തോഷം. ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അത് വലിയ കുതിരയെ കൊണ്ടുവന്ന് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സന്തോഷം. ഞങ്ങൾ കഞ്ഞിയൊക്കെ നടത്തിയായിരുന്നു. അതിൻ്റേതായിട്ടുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറക്കി ഞങ്ങൾ കിച്ചുവിനെ പകുതി വഴി വരെ ഞങ്ങൾ കൊണ്ടുപോയുള്ളൂ. കാര്യം അവന് ചെറിയ പനി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തെക്കിൻ്റെ സ്ഥലത്തെത്തി. അതായത് തെക്കിൻ്റെ ഒറിജിനൽ വലിയ കുതിര ഞങ്ങൾ കെട്ടുന്നിടത്ത് അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കൊടിയൊക്കെ വീശി അവിടെയും ഒരു ആർപ്പോളിയൊക്കെ വിളിച്ച് ഞങ്ങൾ പിന്നെ കൂടാരം കയറ്റാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ഥലത്ത് നിർത്തി. അവിടെ നിന്ന് ആർപ്പോളി അവരുടെ വിളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ ഇതാ ഭീമൻ കേട്ടോ. ഇതെൻ്റെ ഒരു കൂട്ടുകാരി. അതുകൊണ്ട് അത് ഞങ്ങളുടെ ചെറിയ കുതിര. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന് ആദ്യം ദർശനം നടത്തി ചെറുതിനെ എല്ലാം. അത് കഴിഞ്ഞ് വലുതിനെ ദർശനം നടത്തി അവിടെ ഒരു കുത്തിയോട്ടപ്പാട്ടൊക്കെ പാടി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാനില്ലായിരുന്നു, അതുകൊണ്ടാണ് പിറ്റേ ദിവസം രാവിലത്തെ കുറേ വീഡിയോ ഒന്നും മിസ്സായിപ്പോയി.